പിണറായി സർക്കാരും പോലീസും കൊട്ടിഘോഷിച്ച് ജയിലിലേക്ക് അയച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷീണിച്ച് തളർന്ന് ജയിലിൽ താമസിക്കുകയാണെന്നാണ് CPM കമ്മികൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ജയിലിനുള്ളിലും സമയം പാഴാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറല്ല. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ സമാനതകളില്ലാത്ത വിധം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനുള്ളിലെ അവസരം വിനിയോഗിക്കുകയാണ്. സെല്ലിനുള്ളിൽ പുസ്തക വായനയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ജയിലിലെ ക്രമീകരണങ്ങളിലും പരാതിയില്ല. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം. ഗവർണറെ കരിങ്കൊടി കാട്ടി റിമാൻഡിലായ SFI നേതാക്കളും മാങ്കൂട്ടത്തിന് കടുത്ത കൂട്ടുകാരായി മാറിയെന്നാണ് ജയിലിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. രാഹുലിനെ കാണാൻ VIP-കൾ എത്തുന്നുണ്ട്. സന്ദർശകരെ കാണുന്ന സമയത്തൊഴികെ എല്ലാം വായനയാണ്. പത്രവും കൃത്യമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് കിട്ടും. ആഹാരത്തിലും നിർബന്ധമില്ല. ജയിൽ മെനുവിൽ പൂർണ്ണ തൃപ്തൻ. പൊതുവെ സംസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ തടവുകാരായി എത്തുമ്പോൾ വാർഡന്മാർക്ക് തലവേദനയാണ്. രാഷ്ട്രീയത്തിന്റെ ഹുങ്കെല്ലാം ഇത്തരക്കാർ അഴിക്കുള്ളിൽ കാണിക്കാറുമുണ്ട്. നിരന്തരം തർക്കങ്ങളും ഉണ്ടാകും. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റേത് വേറിട്ട വഴിയാണ്. രാഷ്ട്രീയക്കാരന്റെ ഒരു ജാടയും ജയിലിനുള്ളിൽ രാഹുൽ കാണിക്കുന്നില്ല. എല്ലാവരോടും പെരുമാറുന്നത് മാന്യമായി. ജനകീയ ഇടപെടലുകളിലൂടെയാണ് മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞത്. ഇതേ ജനകീയത ജയിലിലും മാങ്കൂട്ടത്തിൽ നേടുകയാണ്. തിരുവനന്തപുരം ജില്ലാ ജയിലിലെ 2ാം നിലയിലെ ബ്ലോക്കിലാണ് രാഹുലിനെ താമസിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേക പരിഗണനയൊന്നും നൽകുന്നില്ല. കൊടും കുറ്റവാളികളൊന്നും ആ സെല്ലിൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല. എല്ലാവരോടും സൗമ്യമായാണ് രാഹുലിന്റെ ഇടപെടൽ. SFI-ക്കാരെ പാർപ്പിച്ചത് ഈ സെല്ലിലല്ല. വ്യക്തിവൈരാഗ്യമൊന്നുമില്ലാത്തതിനാൽ രാഷ്ട്രീയത്തിൽ വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവർക്ക് ജയിലിനുള്ളിൽ വേഗത്തിൽ അടുക്കാനായി. ജാമ്യ ഹർജിയിൽ അടുത്ത വാദ ദിവസം തന്നെ രാഹുലിന് ജാമ്യം കിട്ടുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ജയിലിൽ കിടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയത് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് പ്രസ്താവന നടത്തിയ MV ഗോവിന്ദനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇത്. യഥാർത്ഥ വിവരങ്ങൾ അടങ്ങിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞു പരത്തി പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധാരണ പരത്താനാണ് MV ഗോവിന്ദൻ ശ്രമിച്ചതെന്നും ഇത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാനഹാനി ഉണ്ടാക്കിയെന്നും മാപ്പ് പറയണമെന്നും രാഹുൽ അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായി എടുത്ത കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഏതായാലും ജയിലിലും രാഷ്ട്രീയക്കാർക്ക് മാതൃകയാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ശരിക്കു പറഞ്ഞാൽ രാഹുലിനെ പൂട്ടാമെന്ന് കരുതിയ CPM ഇപ്പോൾ ഇരട്ടി മൈലേജാണ് രാഹുൽ എന്ന കോൺഗ്രസ് നേതാവിന് ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയാം.